ഇവിടെ പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇന്നാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 6 കോർപ്പറേഷനുകൾ, 86 നഗരസഭകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 182 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ ഇക്കുറി വിധിയെഴുതും. നിലവിലെ കക്ഷിനില നമുക്ക് പരിശോധിച്ചാൽ 6 കോർപ്പറേഷനിൽ നിലവിൽ LDF 5 എണ്ണത്തിലും മേൽക്കൈ നേടിയിരിക്കുകയാണ്. ഒരേ ഒരു കോർപ്പറേഷൻ, അതായത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന്റെ പക്കലുള്ളത്. തിരുവനന്തപുരവും കൊല്ലവും തൃശ്ശൂരും എറണാകുളവും കോഴിക്കോടും എല്ലാം LDFന്റെ കയ്യിലാണ്. 87 നഗരസഭകളിൽ LDF 43 നഗരസഭകളും നേടി എന്നതാണ് 2020 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. UDFന് 42 ഇടങ്ങളിലാണ് മേൽക്കൈ. NDA 2 ഇടങ്ങളിൽ പന്തളത്തും പാലക്കാട്ടും മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്താൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 14, നിലവിൽ 11 ഇടങ്ങളും LDF തൂത്തുവാരിയിരുന്നു. പോയ തിരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയതാവട്ടെ 3 ജില്ലാ പഞ്ചായത്ത് മാത്രം. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ LDF 108 എണ്ണത്തിലും അധികാരത്തിലെത്തി. UDF ആവട്ടെ 42 എണ്ണത്തിൽ മാത്രം. 2020 എന്ന ഒരേ ഒരു ബ്ലോക്കിൽ മാത്രമാണ് വിജയിച്ചു കയറിയത്. തുല്യ സീറ്റ് നില മറ്റൊരിടത്ത്. ഗ്രാമപഞ്ചായത്ത് 941 ഇടങ്ങളിൽ നിലവിൽ LDF 514 ഇടങ്ങളിലും ചരിത്ര വിജയമാണ് നേടിയത്. 2020 UDFന് 375 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. NDA BJP സഖ്യകക്ഷികൾ 23 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. മറ്റുള്ളവർ 29 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. റഹീസ് റഷീദും TV പ്രസാദും AK അഭിലാഷും അർജുൻ മട്ടന്നൂരും തത്സമയം ചേരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റഹീസ് റഷീദ്, TV പ്രസാദ് ആൻഡ് AK അഭിലാഷ്. ആദ്യം റഹീസ് റഷീദിലേക്ക്. റഹീസ് റഷീദ്, ഇന്ന് 12 മണിക്കാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഡിസംബർ 20-ാം തീയതിയോടുകൂടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കും. പുതിയ ഭരണസമിതി 21-ാം തീയതി നിലവിൽ വരത്തക്ക രീതിയിലായിരിക്കില്ലേ തിരഞ്ഞെടുപ്പിന്റെ ക്രമീകരണം? 2 ഘട്ടം ഇക്കുറി ഉണ്ടാകുമോ തിരഞ്ഞെടുപ്പ്? റഹീസ് റഷീദ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 ഘട്ടമായിട്ടായിരിക്കും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ്. 5-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിലുള്ള 2 ദിവസം തിരഞ്ഞെടുപ്പ് നടത്തി. 15-നും 18-നും ഇടയിലുള്ള ദിവസം ഫലപ്രഖ്യാപനം നടത്തി. 21-ന് മുമ്പായി പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന തരത്തിലാണ് സംസ്ഥാന ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമീകരണങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മീഷണർ എ ഷാജഹാൻ വ്യക്തമാക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. അത് 8, 10, 14 തീയതികൾ ആയിട്ടായിരുന്നു. അതും ഡിസംബർ മാസം തന്നെയായിരുന്നു. പക്ഷെ അത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് 3 തവണയായത്. ഇത്തവണ 2 തവണ ആക്കാൻ തീരുമാനിച്ചത് പോലീസ് വിന്യാസം കണക്കിലെടുത്താണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്ര ഫോഴ്സ് 2 ഘട്ടമായി നടത്തിയാൽ മാത്രമേ ക്രമസമാധാന ചുമതലയിൽ നമ്മുടെ ഫോഴ്സിനെ ഉപയോഗിക്കാൻ കഴിയൂ. മറ്റ് ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് 2 ഘട്ടം എന്ന തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത് എന്ന് അറിയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മിക്ക സ്ഥലത്തും കോർപ്പറേഷനുകളടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഇനി ഉള്ളത് ഡേറ്റ് ഏത് എന്ന് അറിയുക എന്നത് മാത്രമാണ്. അതിന്റെ തീരുമാനം ഇന്ന് 12 മണിക്ക് വരികയും ചെയ്യും. അതായത് ഇനി അവശേഷിക്കാൻ പോകുന്നത് 30 ദിവസങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, തദ്ദേശ തിരഞ്ഞെടുപ്പ് മഹോത്സവം ഇന്ന് പ്രഖ്യാപനം വരാൻ പോവുകയാണ്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂരുണ്ട് കൊച്ചിയിലെ കോർപ്പറേഷന്റെ വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്നും TV പ്രസാദും കോഴിക്കോട് നിന്നും AK അഭിലാഷും വിവരങ്ങൾ നൽകും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആദ്യം നമുക്ക് തലസ്ഥാനത്തേക്ക് പോകാം. ഇക്കുറി 5 കോർപ്പറേഷനുകൾ LDFന്റെ കയ്യിലുണ്ട്. അതിലേറ്റവും നിർണായകമായ കടുത്ത പോരാട്ടം നടക്കുന്ന ചില കോർപ്പറേഷനുകളിലുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് തലസ്ഥാനം ആര് പിടിക്കും എന്നുള്ളതാണ്. 101 വാർഡുകളാണ് തലസ്ഥാനത്തുള്ളത്. ആ 101 വാർഡുകളിൽ കഴിഞ്ഞ തവണ 52 ഇടങ്ങളിലാണ് LDF വിജയിച്ചത്. 33 ഇടങ്ങളിലാണ് NDA വിജയിച്ചത്. 10 ഇടങ്ങളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു കോൺഗ്രസിന്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയായിരുന്നു 2021 നമ്മൾ കണ്ടത്. 21 സീറ്റിൽ നിന്നാണ് 10ലേക്ക് താഴ്ന്നു വീണത്. തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നഗരസഭയിൽ 4 നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തിൽ 28 ഡിവിഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് 11 എണ്ണം, ഗ്രാമപഞ്ചായത്ത് 73 പഞ്ചായത്തുകൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്.
നിലവിലെ കക്ഷിനില നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡിൽ LDF 52 ഇടങ്ങളിലാണ് വിജയിച്ചത്. ND 33 ഇടങ്ങളിൽ, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂറുമാറ്റങ്ങളെല്ലാം കഴിഞ്ഞു. UDF 10 ഇടങ്ങളിൽ, സ്വതന്ത്രർ 3 ഇടങ്ങളിൽ എന്നതാണ് തിരുവനന്തപുരത്തിന്റെ കക്ഷിനില. അപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ നഗരസഭയിൽ 4ഇടത്തും LDF ആണുള്ളത്. UDF ഒരിടത്തും നഗരസഭയിൽ തിരുവനന്തപുരത്ത് അധികാരമില്ല. തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിൽ 26 ഡിവിഷനിൽ 20 ഡിവിഷനുകളിലും LDF ആണ്, 6 ഡിവിഷനുകളിൽ UDF ആണ്. ഇതാണ് തിരുവനന്തപുരത്തിന്റെ അവസ്ഥ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഇന്ന് 12 മണിയോടുകൂടി തദ്ദേശ തിരഞ്ഞെടുപ്പിന് കൊടിയുയരും. അത് കഴിഞ്ഞാൽ ഇനി 30 ദിവസങ്ങൾ ആവേശമായിരിക്കും. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നത് TV പ്രസാദ് നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. ഇക്കുറി ശബരിനാഥിനെ ഇറക്കിയാണ് കോൺഗ്രസ് കളം പിടിക്കാൻ ഇറങ്ങുന്നത്. NDAയും LDFും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോഴും ശബരിനാഥിന്റെ ഈ സാന്നിധ്യം 48 വാർഡുകളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ഒരു മുഴം മുൻപേയുള്ള എറിയൽ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇന്ന് പ്രഖ്യാപനം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇക്കുറി തിരുവനന്തപുരം ചിന്തിക്കാൻ പോകുന്നത്? തിരുവനന്തപുരം ഒരുങ്ങിയോ TV പ്രസാദ്? അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്രാവശ്യം നടക്കുക എന്നുള്ളതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ BJP CPM നേർക്കുനേർ ആയിരുന്നുവെങ്കിൽ പ്രത്യേകം പറയുന്നു, ആ കോൺഗ്രസ് തീരെ പിന്നിലല്ല എന്നതാണ്. നമ്മൾ കക്ഷിനില നോക്കുമ്പോൾ കോൺഗ്രസിന് വെറും 10 സീറ്റുള്ളതായിട്ട് കാണുമെങ്കിലും ഇത്തവണ സ്ഥിതി മറിച്ചാണ് അരുൺ. അതായത് CPIM ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ ഉൾപ്പെടെ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ BJPക്ക് ഗുണമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്കുള്ള ഒരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 50ലേറെ സീറ്റുകളുമായി LDF സേഫ് ആണെങ്കിൽ പോലും 35 സീറ്റുകൾ എന്ന 15 സീറ്റിലേറെയുള്ള വ്യത്യാസം BJPയുമായി LDFന് ഉണ്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞത് ശബരിനാഥ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം അത് കോൺഗ്രസിന്റെ സീറ്റ് നില 10ൽ നിന്ന് 20ലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബാക്കി പിടിക്കാൻ പോകുന്ന 10 സീറ്റ് അത് LDFന്റേതായി പോയാൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ചരിത്രം മാറിമറിയാൻ തന്നെയുള്ള സാധ്യതയുണ്ട്. BJP അവകാശപ്പെടുന്നത് പോലെ അവർക്ക് കിട്ടിയേക്കും എന്ന രീതിയിലാണ്, എന്ന ആത്മവിശ്വാസത്തിലാണ് BJPയുടെ ഒരു പ്രചരണമുള്ളത്, അവരുടെ പ്രഖ്യാപനമുള്ളത്. കോൺഗ്രസ് ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയേണ്ടി വരും. അരുൺ പറഞ്ഞതാണ് ഇതിൽ പോയിന്റ്. CPIMഉം BJPയും സ്ഥാനാർത്ഥികളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ വീടുകളിലേക്ക് കയറി തുടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും മറ്റു നഗരസഭകളിലും മൃഗീയ ഭൂരിപക്ഷം LDF പുലർത്തുമ്പോഴും LDFനെ പിടിച്ചുകെട്ടാൻ കഴിയും ചില ഇടങ്ങളിലെങ്കിലും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഭരണമൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ പോലും ഒരു ശക്തമായ സാന്നിധ്യത്തിലേക്ക് വളർന്നു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് നഗരസഭകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഗ്രാമപഞ്ചായത്തിലായാലും അതിൻ്റെ അനുരണനങ്ങൾ കാണും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം കൊല്ലം ജില്ലയിലേക്ക് പോയാൽ അവിടുത്തെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും LDFന്റെ മെജോറിറ്റി തന്നെയാണ്. പത്തനംതിട്ടയിലും അത് തന്നെയാണ് സ്ഥിതി. പക്ഷെ അതിനെ മറികടക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തമായ ചുമതലക്കാരനുണ്ട്, കൃത്യമായ സംഘടനാ പ്രവർത്തനമുണ്ട്. അരുൺ, അത്ര എളുപ്പമായിരിക്കില്ല LDFന് കാര്യങ്ങൾ. ഓക്കെ, നമുക്കിപ്പം മധ്യ കേരളത്തിന്റെ വിശകലനങ്ങളുമായി അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, തിരുവനന്തപുരം കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. തിരുവനന്തപുരം പോലെ തന്നെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കുന്നതാണ്. തിരുവനന്തപുരത്തത് BJPയും അഥവാ NDയും LDFും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരം വരികയെന്ന് പ്രതീക്ഷിച്ചത്. ഇക്കുറി ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത തിരുവനന്തപുരത്ത് ഒരുങ്ങുന്നുവെങ്കിൽ